ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രമമായ തിരുവചന വായനയുടെയും പഠനത്തിൻ്റെയും 153 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. അതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 25 മുതൽ 27 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 12-ാം അധ്യായം 3-ാം വാക്യം. ഇസ്രായേൽ സഭയൊക്കെയും വന്ന് രെഹബയാമിനോട് സംസാരിച്ചു. രാജ്യവിഭജനത്തിനു ശേഷം യഹൂദായിൽ ഭരണം നടത്തിയ ആദ്യത്തെ രാജാവായിരുന്നു രെഹബയാം. ഈ പേരിൻ്റെ അർത്ഥം ജനതയുടെ വർധന എന്നാണ്. ശലോമോനും തൻ്റെ അമ്മോന്യ ഭാര്യയുമായ നയമായുമാണ് രെഹബയാമിൻ്റെ മാതാപിതാക്കൾ. തൻ്റെ 41-ാമത്തെ വയസ്സിലാണ് രെഹബയാം രാജ്യാധികാരം ഏറ്റെടുത്തത്. എന്നാൽ ജ്ഞാനിയായ ശലോമോൻ്റെ ഭോഷനായ മകൻ എന്നാണ് രെഹബയാമിനെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. 17 വർഷം യെരുശലേമിൽ വാണ ഒരു രാജാവെന്ന നിലയിൽ ഒരു പരാജിതനായി തീരുവാനേ രെഹബയാമിന് സാധിച്ചിരുന്നുള്ളൂ. ഈ പ്രഭാതത്തിൽ രെഹബയാമിൻ്റെ ജീവിതം, പ്രവർത്തനങ്ങൾ ഇവ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ജനത്തിൻ്റെ അഥവാ മുതിർന്നവരുടെ ആലോചന നിരസിച്ച രെഹബയാം. പുരാതന പട്ടണമായിരുന്ന ശേഖേമിൽ രെഹബയാമും ഇസ്രായേൽ ജനവും കൂടിയിരിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട ചുങ്കം, കഠിനവേല തുടങ്ങിയവയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരണം. മുതിർന്ന ജനസമൂഹം രെഹബയാമിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ രെഹബയാം തൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരുടെ ഉപദേശം സ്വീകരിക്കുകയും പ്രായവും പക്വതയുമുള്ള വിവേകശാലികളായ വ്യക്തികളുടെ ആലോചന തിരസ്കരിക്കുകയും ചെയ്തു. എന്നാൽ 1 രാജാക്കന്മാർ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വച്ചു, ഞാനോ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന്. ഇത്തരത്തിലെ സ്വാർത്ഥ ചിന്താഗതി രെഹബയാമിൻ്റെ പ്രവർത്തനത്തിന് പ്രതികൂലമായി ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, അന്യദൈവങ്ങളെ സേവിച്ച രെഹബയാം. അയൽ രാജ്യങ്ങളിൽ നിന്നും രെഹബയാമിന് ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു. അതിലൂടെ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. അതിന് കാരണം യഹോവയ്ക്ക് അനിഷ്ടമായി അന്യദൈവങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നതാണ്. കാരണം അന്യമതസ്ഥരായ തൻ്റെ ഭാര്യമാരുടെ ആഗ്രഹങ്ങളനുസരിച്ച് ദേശത്തെല്ലാം പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും രെഹബയാം സ്ഥാപിക്കുന്നു. ജനത്തിൻ്റെ സംരക്ഷകനായി ജനഹിതം മാനിച്ച് ഭരിക്കണമെന്നുള്ള രാജധർമ്മത്തിൻ്റെ നിഷേധമായിരുന്നു രെഹബയാമിൻ്റെ പ്രവർത്തനത്തിനുടനീളം നിഴലിച്ചു നിന്നത്. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾ 2ആയി പിരിയുകയും ശത്രുക്കളായി അണിനിരന്ന് സംഹാരം നടത്തുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്കാണ് രെഹബയാമിൻ്റെ പ്രവർത്തനങ്ങൾ ചെന്ന് എത്തുന്നത്. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ സ്വഭാവത്തിൻ്റെയും ഭരണത്തിലെയും വീഴ്ചകളെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിച്ചത്. ഈ പ്രഭാതത്തിൽ നമ്മുടെയും ജീവിതങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. മുതിർന്നവരുടെ ആലോചനയ്ക്ക് നാം ഇന്ന് ചെവി കൊടുക്കാറുണ്ടോ? ജീവനുള്ള യഹോവയെ സേവിക്കുവാൻ ഞാൻ എന്ത് തീക്ഷ്ണതയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എടുക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മാതൃകയായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ അഥവാ മുതിർന്നവരുടെ ആലോചനകൾ കേൾക്കുവാൻ, അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അന്യദൈവങ്ങളെയല്ല, ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.